പൂവ് ചേച്ചിക്ക് തല വെച്ച് കൊടുക്ക്. എനിക്ക് തരൂ. ചേച്ചിക്ക് കൊടുക്ക്. എടുത്തോടി കൊച്ചിനെ എടുത്തോടി. ഓ എന്റെ അമ്മേ. ഞാൻ ദേ നല്ലോ ആ പാലെടുത്ത് അങ്ങോട്ട് കൊടുക്കവന്. ഓടിച്ചല്ലേ ഇവക്കും കൊടുത്തേക്ക് ഒരു ഗ്ലാസ് ഇട്ടാ. ഞാൻ ദേ നമ്മുടെ അതിരിടിഞ്ഞെന്ന് റൊണാൾഡ് പറഞ്ഞ് ആ ചെന്ന് നോക്കാൻ വേണ്ടി പോയതാ. ആ വിക്രമൻ ചേട്ടൻ അതിരിടിച്ചടാ. ഞാൻ പോയി നോക്കിയായിരുന്നു. ആണല്ലേ? നീ എവിടെ പോണെന്ന് പറഞ്ഞായിരുന്നല്ലോ. പുറത്തിറങ്ങണം. ഇതെന്താ പിന്നെ പോവാത്തെ? അമ്മാവൻ പറഞ്ഞ ഇപ്പൊ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. അത്യാവശ്യമാണ്, എങ്ങും പോകരുത്, ഇവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞു. അപ്പൊ എന്തോ കുനിഷ്ടപ്പിച്ചിട്ടുണ്ട്. മിക്കവാറും കുടുംബ പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ ചീരത്തോട്ടത്തിന്റെ പ്രശ്നമായിരിക്കും. വന്നറിയാം എന്താന്ന്. പരിഹരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ നമുക്ക്. ഇത് തന്നെ എനിക്ക് തോന്നുന്നു ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് തന്നെ ഒരു കോടതി ഉണ്ടാക്കണം, ഇവിടുത്തെ പ്രശ്നങ്ങൾ തീർക്കാൻ. ഞാൻ ഇവിടെ ഉണ്ടല്ലോ, പിന്നെ കുഴപ്പമില്ലല്ലോ. എല്ലാ പ്രശ്നം എന്റെ പ്രശ്നം പരിഹരിക്കാം. റൊണാൾഡ് അല്ല ഓട്ടോയൊക്കെ പിടിച്ചായിരുന്നു. ഞാൻ കരുതി അമ്മാവനായിരിക്കും. ഇല്ല, ഒരു 500 രൂപ ചില്ലറ എടുക്കാൻ കാണോ? 500 രൂപ ചില്ലറ. എനിക്കൊരു 100 രൂപ തരാം. ഇത് വച്ചിട്ടൊരു 100 രൂപ. ഓട്ടോ ഒക്കെ പിടിച്ചേ. പക്ഷെ സാധനം കൊടുക്കാണ്ടായിരുന്നു, അതുകൊണ്ട് ഇറക്കി കഴിഞ്ഞ ഇങ്ങോട്ട് ചേർന്നാ പോയി. ഇനി 500 രൂപ ഞാൻ 500 ഞാൻ 500 രൂപ ചമയ്ക്ക് പൈസ തരാനുള്ളതില്ലേ? ഓട്ടോക്കാരന് കൊടുത്തു. എന്റെ പൈസ ഇവിടെ അതല്ലേ കൊടുത്തത്. നീ എന്റെ പൈസ കാണാ. അത് ഇതിനകത്തുണ്ടല്ലോ. അതെങ്കിലേ കറക്റ്റ് ആവുള്ളൂ. അത് തരാം. അത് എപ്പോ? ഒരു 100 രൂപ കൊടുത്തേക്കണേ. ഞാനോ അതിന് നീ മേടിച്ച പൈസ ഞാൻ കൊടുക്കുന്നത് എന്തിനാ? അപ്പൊ ചേട്ടത്തിക്ക് എന്നെ ഒട്ടും വിശ്വാസമില്ലേ? ഇല്ല, അതറിയില്ല ഇതുവരെയായിട്ടും. ഈ കനകം പച്ചമ്പി ഒരു വിശ്വാസമില്ലേ? എന്തോരം പൈസ കൊണ്ട് ചെലവാക്കിയേക്കുന്നു. പക്ഷെ നിന്നെ ഒരു 100 കൊടുക്കില്ല ഞങ്ങളെ കയ്യില്. ഞങ്ങളെ വിശ്വാസമില്ലാത്ത ആങ്ങളെ ഒരു നാടേ ഇത് പണിക്ക് പോയിട്ട് പൈസ കൊണ്ട് വരണം കേട്ടാ. അത് മാറിയിട്ട് എടാ വെള്ളത്തിലെടുക്കാൻ എൻ്റെ അടുത്ത്. അത് ഗോപി ഇല്ല, ഞാൻ കൊണ്ടുവരും. ചായ തിളപ്പിക്കട്ടെ. നീ അവിടെ പോയില്ലേ? ഞാൻ ആകെ പെട്ടിരിക്കടാ. എന്നെ കണ്ടിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം ഇല്ലെങ്കിൽ മാമൻ ആകെ പെടും. എന്ത് കാര്യം പറയാ മാവാ? അതെ, നീണ്ടു വാ, കാര്യം പറയാ. നമ്മളെ വേണ്ട. കനക, എനിക്കൊരു അബദ്ധം പറ്റിയില്ല. ഞാനൊരു കാര്യം പറയട്ടെ. ഈ പറ്റിയ അബദ്ധങ്ങളെല്ലാം ചേർത്ത് വെച്ചൊരു പുസ്തകമാക്കി ഇറക്കിയാൽ അമ്മാവന് പറ്റിയ അമളി എന്ന് ടൈറ്റിൽ കൊടുക്കണം. എടാ, ആകെ ചീരടല കരിഞ്ഞു വാടി ഉണങ്ങിയ പോലെ വിഷമിച്ചിരിക്കണം. എന്നോട് നീ ഇങ്ങനെ തന്നെ പറയണം. അമ്മായി വന്നില്ലേ? അവള് വീട്ടിലുണ്ട്. ഞാൻ വേറൊരു കാര്യം പറയാൻ വന്ന. ഈ നമ്മുടെ പോസ്റ്റ് ഓഫീസിന്റെ പിറകിലേ ഒരു 5 സെന്റ് സ്ഥലം കിടക്കണ്ടേ. നല്ല സമചതുരമുള്ള സ്ഥലമാണ്. 2 സൈഡ് കൂടി റോഡുണ്ട്. നല്ലൊരു സ്ഥലം. അപ്പം ഞാൻ ഈ സ്ഥലം കൊടുക്കണ്ടെന്ന് അറിഞ്ഞപ്പോൾ ചെന്നിട്ട് കച്ചവടാക്കി. അല്ല, കച്ചവടാക്കി എന്ന് പറഞ്ഞാൽ 2 ലക്ഷം റുപ്യ അഡ്വാൻസ് കൊടുത്തു. ടോക്കൺ കൊടുത്തു. 6 മാസത്തിൻ്റെ ഉള്ളിൽ എഗ്രിമെന്റ് കൊടുത്തു. 2 മാസമായി ടോക്കൺ കൊടുത്തിട്ട്. പക്ഷെ ഈ സ്ഥലം കണ്ടപ്പോൾ ഞാൻ വേറൊന്നും അന്വേഷിച്ചില്ല. അന്വേഷിച്ച് നോക്കിയപ്പോഴേ ആ സ്ഥലത്ത് കൂടി ഒരു ദേവിയുടെ നടമാട്ടം ഉണ്ട് എന്നാ പറഞ്ഞു. ഇല്ല, പറഞ്ഞില്ല, ഞാൻ ചോദിച്ചില്ല. അത് മാത്രമല്ല, ആ വളപ്പിലെ തെക്ക് ഭാഗത്തൊരു കിണറുണ്ട്. ഇപ്പം നമ്മൾ സാധാരണ ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ കിഴക്ക് വടക്ക് മൂലക്കാണല്ലോ കിണറിന്റെ സ്ഥാനം. അപ്പൊ നമ്മൾ സാധാരണ ഈ കിണർ മൂടും. പക്ഷെ ഈ കിണർ മൂടാൻ പാടില്ല, ദോഷാത്രേ. ഇതൊന്നും പറയാതെയാണ് അവർ ഈ സ്ഥലം തലലോട്ട് വെച്ചത്. അതെ, ഞാൻ എന്തെങ്കിലും തെറ്റുണ്ട്, ഞാൻ അന്വേഷിച്ചില്ലല്ലോ. അത് ഇനിയിപ്പോ ടോക്കൺ കൊടുത്ത പോലെ വാങ്ങിക്കല്ലോ. അതിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? സ്ഥലം മേടിക്കാൻ പറ്റില്ലല്ലോ. ഈ സ്ഥലം മേടിച്ച ദോഷമുണ്ട്. മാത്രമല്ല, അത് കാണും ചെയ്തേ. ഞാൻ ഈ അഡ്വാൻസ് കൊടുത്ത് വന്നതിന്റെ പിറ്റേ ദിവസമാണ് ഗിരിജ ബസ്സിൽ നിന്ന് വീണിട്ട് കാല് ഫാസ്റ്റ് ഇട്ടത്.
ശകുനപ്പഴയാ. പിന്നെ അത് മാത്രമല്ല, ചീരയുടെ ബണ്ട് പൊട്ടിയിട്ട് വെള്ളം ഒഴുകിയിട്ട് ഒരു 2 തടം ചീര മുഴുവനും നശിച്ചു പോയില്ലേ. ദൈവമേ. ഇപ്പൊ ജോത്സ്യനെ കണ്ടപ്പോഴാണ് ഇപ്പൊ കാര്യം അറിഞ്ഞത്. ഇപ്പൊ അത് സ്ഥലം മേടിച്ചാൽ എന്തായാലും ദോഷമാണ്. എന്തെങ്കിലും പരിഹാരം ചെയ്യാൻ പറ്റുമോ? പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെന്ന് സംസാരിച്ചു അയാളോട്. ഇങ്ങനെയൊക്കെ ദോഷമുണ്ട് എന്നാ പറയണ, അബദ്ധത്തിൽ ചെന്ന് പെട്ടു, എനിക്ക് ആ സ്ഥലം വേണ്ട എന്ന് ഞാൻ പറഞ്ഞു. അത് തന്നെയാണ് അയാളോട് എന്ന് പറ. അയാൾ പറഞ്ഞു സ്ഥലം വേണ്ടെങ്കിൽ എടുക്കണ്ട, പക്ഷെ അഡ്വാൻസ് തരില്ല. എഗ്രിമെന്റ് എഴുതി പോയില്ലേ. എത്ര നാളത്തേക്ക്? 6 മാസത്തേക്ക് എഗ്രിമെന്റ്. ഇപ്പൊ 2 മാസം കഴിഞ്ഞല്ലോ. നീ ഒന്ന് വന്നിട്ട്, പോലീസാണല്ലോ, ഒന്ന് മിരട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ പേടിച്ചിട്ട് അയാൾ ആ പൈസ തന്നാലോ. അതെ, നല്ല ഐഡിയ. ഞാൻ പോയി അവനെ വരട്ടണം, എന്നിട്ട് അവൻ്റെ വീഡിയോ എടുക്കണം, എന്നിട്ട് ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയ ഇട്ട് എന്നെ വൈറലാക്കി ഇപ്പോഴത്തെ സസ്പെൻഡ് അങ്ങ് ഡിസ്മിസ് ആക്കണം അല്ലേ? അല്ല പിന്നെ ഇപ്പൊ ഈ കാശ് കിട്ടപ്പം എന്തൊരു വഴി? ഇനിയിപ്പോ എന്താ ചെയ്യുന്നത്? പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്താലോ? ഇത്തരം കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ലീഗലി അതൊന്നും ഏൽക്കൂല. നമ്മൾ എഴുതി കൊടുത്തു പോയില്ലേ. പെശക് സമയദോഷം അമ്മ ഒരു 50,000 രൂപ കൊടുത്താൽ പോരായിരുന്നു. ഈ 2 ലക്ഷം രൂപയ്ക്ക് എന്തിനാ കൊടുത്തത്? കൊടുത്തല്ലോ, ഇനി അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ചുളുവിൽ കിട്ടുമ്പോ അത് ഒരു മുതലാവൂലോ എന്ന് കരുതി. ലീഗലി ഉള്ള കാര്യങ്ങളൊന്നും നടക്കൂല, ഇല്ല, വെറിട്ട് നടക്കൂല. ഇല്ല. ഉടായ്പ മാത്രമേ നടക്കുള്ളൂ. അതെന്നെ കൊണ്ട് പറ്റൂല. ഉടായ്പിനുള്ള ഉസ്താദ് ഇവിടെ ഉണ്ട് അപ്പുറത്ത്, അവനെ പോയി കണ്ടാൽ ക്ലീറ്റോ. അത് ശരിയാട്ടാ, അവള് സമ്മതിച്ചു. ക്ലീറ്റോ ചേട്ടനെ കൊണ്ട് എന്തെങ്കിലും നടക്കും. ക്ലീറ്റോ വരില്ലടി. അതിന്റെ ഞാൻ ഈ അഡ്വാൻസ് കൊടുക്കണതിൻ്റെ ഒരാഴ്ച മുമ്പ് ക്ലീറ്റനോട് 10,000 റുപ്യ വെച്ചിരുന്നു. അപ്പം ഞാൻ മുഖത്തടിച്ച പോലെ ഇല്ല എന്ന് പറഞ്ഞു. അതിന് ശേഷം പോയിട്ടാണ് ഞാൻ ഈ അഡ്വാൻസ് കൊടുത്തത്. അതിൻ്റെ ശേഷം അവനോട് വലിയ മുണ്ടാട്ടൊന്നും ഇല്ല. ഞാൻ ദേഷ്യം വെച്ചിട്ട് അവിടെ തോന്നുന്നില്ല. ക്ലീറ്റോ ചേട്ടനെ സഹായിക്കാതെ പോയതല്ലേ, അപ്പൊ പിന്നെ പണി കിട്ടിയത് നന്നായി. ക്ലീറ്റോ ചേട്ടൻ ഒരു 10,000 രൂപ വെച്ചിട്ട് കൊടുത്തിരുന്നെങ്കിൽ ഇതുവരെ നടക്കുമായിരുന്നു. അതാണോ ഇതൊക്കെ? അങ്ങനെയാണോ? ഒരു ആവശ്യം വരുമ്പോൾ ചോദിക്കണം. 2 ലക്ഷം പോയാ ഇതെനിക്ക് മരിക്കുന്ന സമയത്ത് കൊണ്ടുപോകണമെന്നല്ല, അനുഭവിക്കാനുള്ളവർ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഗുണം. അങ്ങനെയൊന്നും പറഞ്ഞിട്ടല്ല അമ്മ. വിഷമിക്കാരി, നമുക്ക് എന്തെങ്കിലുമൊക്കെ നോക്കാം. വിഷമിക്കണ്ട, ഇതുപോലെ ചാനൽ എടുത്താൽ ഞാൻ എന്തായാലും ക്ലീറ്റോ ചേട്ടനോടൊന്ന് പറയും. അല്ല, വെറുതെ സൂചിപ്പിക്കാമല്ലോ. എന്തിന്? നിങ്ങളൊന്നും അതല്ല, അത് ഇനിയിപ്പോൾ അമ്മ ടെൻറ്റ് അടിക്കണ്ടേ? ടെൻറ്റ് അടിച്ച് ഉള്ള ബിപിയുടെ കൂട്ടി ആശുപത്രി കിടക്കേണ്ട അറിയില്ലല്ലോ. എല്ലാത്തിനൊരു സൊല്യൂഷൻ ഉണ്ടല്ലോ. ഞാൻ മറ്റേ പറഞ്ഞ സീരിയസ് ആണ്. കാരണം നമ്മളിനിയിപ്പോൾ നമുക്കിപ്പം ഈ പോലീസുകാർക്ക് ഇപ്പോൾ എവിടെയെങ്കിലും ഇടപെടാൻ പറ്റുന്നുണ്ടോ? നാട്ടിലിറങ്ങി ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല പണ്ടത്തെ പോലെ. അപ്പം വീഡിയോ എടുക്കും, വൈറലാക്കും. അതുകൊണ്ട് എല്ലാവരും ഒതുങ്ങി നിൽക്കുക. തങ്കം, എന്തോ? ഞാൻ ഇറങ്ങും. അയ്യോ, എന്തോ അയ്യോ, പിന്നെ പോണ്ടേ? പിന്നെ രാവിലെ കഴിച്ചില്ലല്ലോ, നിക്ക്. ആ കഴിപ്പ് ഇന്ന് നമ്മുടെ ബേക്കറി ഇട്ടേക്കുന്ന സജിയില്ലേ, അവൻ്റെ വീട് പാലിയാച്ച. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെയാണ് ബ്രേക്ക്ഫാസ്റ്റ്. ആണോ? എന്നിട്ട് വെറും കൈയോടെയാണോ ക്ലീറ്റോ പോകുന്നത്? കരുതിയിട്ടുണ്ട്, 1,000 രൂപ കൊടുക്കാന്ന് വെച്ചു. ഓ എൻ്റെ പൊന്നെ, ഒന്നല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് കൊടുത്താൽ 1000 ഒന്നും കൂടെ കൊണ്ട് 500 കൊടുത്താൽ മതി. 1000 കൊടുക്കണേ കാര്യമുള്ളടി. എന്ത് കാര്യം? ഇലക്ഷൻ വരാൻ പോയില്ലേ, പാർട്ടി ഫണ്ട് ഒരു 5,000 രൂപ എന്നുള്ളത്. പൊന്നെ, പിന്നെ അല്ലാതെ പിന്നെ ചുമ്മാ ഒരു 100 രൂപ. 100 രൂപ കടം മേടിക്കണേക്കെ കൊള്ളാം, 1000 രൂപ പാർട്ടി ഫണ്ടിലോട്ട് മേടിക്കും. എന്ത് നിനക്ക് എന്ത് 100 എന്ത് അത്യാവശ്യം എന്തോന്നു? കനമച്ചമ്മയ്ക്ക് ചെറിയ കടം. കടം ചോദിച്ചാൽ മതി. അല്ല, ഞാൻ കടം മേടിച്ച് കൊടുക്കാണ്ട്. നീ എന്തിനാണ് കണ്ണി കണ്ടെടുത്ത് പോയി കടം മേടിക്കുന്നത്? എന്തിനാ അവൻ്റെ അടുത്ത് കടം മേടിക്കാൻ നിൽക്കുന്നത്? എന്നാ കൊടുത്ത് കൈയോടങ്ങ് തീർക്ക്. ഹലോ അതിന്റെ ആവശ്യമില്ല. ആ അക്കൗണ്ടിലോട്ട് ഇട്ടാ മറ്റേ അക്കൗണ്ടിൽ എത്തൂല. ഈ കൈ കൊണ്ട് ഞങ്ങൾ കൊടുക്കും. എന്തോന്ന് കൊട്ടേഷൻ എന്തിനു വാങ്ങിച്ചത്? അത് ഓട്ടോ വന്നിറങ്ങിയപ്പോൾ ചില്ലറ ഇല്ലായിരുന്നു, അപ്പോൾ ചില്ലറ മേടിച്ച് കൊടുത്ത്. അപ്പൊ ശരി. പിന്നെ നീ ഇവിടെ കാണുമല്ലോ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റേ ഗിരിരാജൻ എന്ന് പറയുന്ന അങ്ങേര് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഒരു കാരണവശാലും ആ മനുഷ്യനെ ഈ വീടിനകത്തോട് കയറ്റരുത്. ആണോ? എന്ത് ആണോ? എന്ത് കാണണമല്ലോ അത്. എന്ത് കാണണം? എന്ത് പ്രശ്നം? ഇവിടെ കാലത്ത് അങ്ങേര് വന്നിറങ്ങിയപ്പോ എന്തോ ഉടായിപ്പോട്ടാണ് വന്നത്. എന്താ പ്രശ്നമുണ്ട്? അപ്പൊ ഞാൻ അവിടെ നിന്നിട്ട് എന്താ അമ്മാവാന്ന് ചോദിച്ചപ്പോ ഒരു മൈൻഡും ചെയ്യാതെ ആ കണക്കെ നമുക്ക് അകത്ത് സംസാരിക്കാൻ പറ്റും. കനകനെ വിളിച്ചോണ്ട് പോയി. നിങ്ങൾ അറിയേണ്ട കാര്യമായിരിക്കൂല അതുകൊണ്ട്. അറിയണ്ട. എന്ത് മോശം? അറിയേണ്ട കാര്യമാണല്ലോ, അറിയേണ്ടാത്ത കാര്യമല്ലോ. ഒരാളൊരു കാര്യം ചോദിച്ചാൽ മറുപടി പറയണ്ടേ? അതിന്റെ മറുപടി പറയാത്ത കയ്യിലിരിപ്പിന്റെ. എന്താ കയ്യിലിരിപ്പടി? എന്താ കയ്യിലിരിപ്പ്? അനന്തരവളെ കെട്ടി അനന്തരവനല്ലേ? അപ്പൊ പറയണ്ടേ? അതുമല്ലേ 4 പേര് അറിയുന്ന ഒരു പ്രമുഖനല്ലേ? ഇനി അതും അല്ലെങ്കിൽ കൊടങ്ങാങ്ങള റൊണാൾഡിന്റെ ചേട്ടനല്ലേ? ഇനി അതെല്ലാം അതും അല്ലെങ്കിൽ ഇങ്ങോരൊന്നും അല്ല. അതുകൊണ്ട് അവൻ പറഞ്ഞാൽ എന്തടി തെറ്റ്? എന്താണ് തെറ്റ്? എന്ത്? ഇതല്ല ഇത് ഞാൻ പറഞ്ഞു. എനിക്ക് മാനസികമായിട്ട് എന്ത് വിഷമമുണ്ടായെന്ന് ഇവിടെ ആർക്കും അറിഞ്ഞൂടാ. നമ്മുടെ കുടുംബക്കാരെങ്ങനെ നമ്മളെ ചവിട്ടിത്താത്തി ഇവിടെ ഇട്ടേക്കാണല്ലോ. അച്ഛമ്മ കരയാതെ അച്ഛമ്മ, ഇതൊക്കെ എന്തെങ്കിലും റെഡിയാവും. ആര് കരയണേ? ഞാൻ കരയണമെന്നില്ല. ഇപ്പം അങ്ങേര് കരഞ്ഞോണ്ടിറങ്ങും. അവൻ്റെ അടുത്ത് പോയിട്ട് ആ കാര്യം നടക്കൂല. കരഞ്ഞോണ്ടിറങ്ങും. അങ്ങനെ ഞാനിവിടെ വരുന്നത്
ഒത്തിരി നാളായി ഒരു വയോവൃത്തന്റെ ദീന രോദനം കേട്ടു. രണ്ടുപേരും ഇവിടെ തന്നെ കിടന്ന് ഈ ഞെരിഞ്ഞമർന്ന് ഇങ്ങനെ കിടക്കണ എന്താണെന്നറിയാമോ? രണ്ടിന്റെ മനസ്സ് കൊള്ളില്ല. നിങ്ങൾ രണ്ടും ഒരു കാലത്ത് അതുകൊണ്ടല്ല ഈ കുടുംബത്തിൽ നിന്നെയൊക്കെ പോലുള്ള കുറേ ഇടുങ്ങിയ ചിന്താധികാരി നെഗറ്റീവ് ചിന്താധികാരി ഉള്ളിടത്തോളം ഞങ്ങൾ നന്നാവൂല. ഓ, രണ്ട് വിശാലമാര് പൊക്കോ. ആ കിട്ടിയല്ലേ തട്ടി വേണം, അത് തന്നെ വേണം. കാല് തട്ടിയില്ലേ? മോനെ കാലത്ത് നീ എങ്ങോട്ടാ? സെക്രട്ടറിയേറ്റ് പോയിട്ട് എപ്പോ വരും? 2 ദിവസം കഴിഞ്ഞേ വരും. അതെ എടാ, എനിക്ക് നിന്നോടൊരു കാര്യം പറയണ്ടേ. ഹലോ, തൽക്കാലം ജനസേവനങ്ങൾ നിർത്തിവെച്ചിരിക്കുന്നു. നീ ഉണ്ടായിരിക്കടാ. ഞാൻ അവിടെ സംസാരിക്കുമ്പോ നീ എന്തിനാ ഇടയ്ക്ക് സംസാരിക്കും? അമ്മാവൻ വെറുതെ വായിട്ട് അലക്കണ്ട, വിളിക്കണ്ട, ക്ലീറ്റോ നോക്കൂല്ല. അതെന്താ കാര്യം? അതാന്ന് ഞാൻ പറയണോ? ക്ലീറ്റോ ആദ്യം അമ്മാവനെ വിളിച്ചപ്പോഴത്തേനും അമ്മാവൻ വലിയ ജാട കാണിച്ച് അകത്തോട്ട് കയറിപ്പോയി ക്ലീറ്റോനെ മൈൻഡ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞല്ലോ. അല്ല അതെന്തുകൊണ്ടാന്നറിയോ ചേച്ചി? ചമ്മലുകൊണ്ടാ. 2 ലക്ഷം രൂപ കൊണ്ടുപോയി വെള്ളത്തിൽ കളഞ്ഞിട്ട് വന്നേക്കുവാ. അമ്മാവനാ? എവിടെ കൊണ്ടേ കളഞ്ഞ്? ക്ലീറ്റോ ചേട്ടനെ കുറച്ച് ദിവസത്തിന് മുമ്പ് അമ്മാവനോട് ഒരു 10,000 രൂപ ചോദിച്ചു. അപ്പൊ അമ്മാവൻ പറഞ്ഞു എൻ്റെ കയ്യിൽ 10 പൈസ ഇല്ലെന്ന് പറഞ്ഞു. അന്ന് തന്നെ ഏതോ ഒരു സ്ഥലത്തിന് കൊണ്ടുപോയി അമ്മാവൻ രഹസ്യമായിട്ട് 2 ലക്ഷം രൂപ ടോക്കൺ കൊടുത്ത് സ്ഥലം വാങ്ങിക്കാനായിട്ട്. അത് പോയി കിട്ടി. അത് പോയാ? എന്താ പറ്റും? എന്റെ കനകനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? പണി പാളി കഴിഞ്ഞപ്പോ അത് പറയാൻ വേണ്ടിട്ടല്ലേ ഇന്ന് ഇവിടെ വന്നത്. ഏട്ടനോട് ഇപ്പഴാ പറഞ്ഞത്. ഏട്ടൻ അപ്പഴേ പറഞ്ഞു എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ക്ലീറ്റോ ചേട്ടനോട് പറയാൻ എന്തെങ്കിലും മാർഗം കാണുമെന്ന് പറഞ്ഞു. അപ്പോഴല്ലേ ക്ലീറ്റോ ചേട്ടനോട് പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ക്ലീറ്റോ മച്ചമ്പി വിചാരിച്ച ഏത് കാര്യത്തിനും പരിഹാരമുണ്ട്. കഴിഞ്ഞ ആഴ്ച തന്നെ കനകമച്ചമ്മയുടെ ഒരു കൂട്ടുകാരന്റെ വിഷയം നിസാറോ ഒറ്റ കോളിലാ തീർത്തു കൊടുത്തേ. ആ വിത്തേ കൊടകാള കുടുംബത്തിലെ അത് അങ്ങോട്ട് തള്ളിക്കയറ്റി വെച്ചു. എന്താ പറഞ്ഞ സത്യോ? അമ്മാവാ, എനിക്ക് തോന്നണില്ല ക്ലീറ്റോ ഇതിനകത്ത് ഇടപെടുമെന്ന്. ഇടപെടരുത്, അതാണ് എന്റെ ആഗ്രഹം. നിങ്ങളെല്ലാവരും ഇങ്ങനെ പറഞ്ഞെങ്ങനാ? എനിക്കൊരു ആവശ്യം വന്നാൽ പിന്നെ ഞാനിത് ആരോടാ പറയാ? ചെയ്തു പോയ തെറ്റിന്റെ കുറ്റബോധമാണ് നിങ്ങളുടെ മനസ്സിൽ. ഒന്ന് പൊട്ടിക്കറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഒന്നും മിണ്ടായിരിക്കാ ചേട്ടൻ. 2 ലക്ഷം രൂപ പോയതിന്റെ സങ്കടത്തിൽ നിൽക്കുവാണ്. ഇപ്പോഴാണ് പൊട്ട ഡയലോഗ് വിളിച്ചത്. സാരമില്ല. ദേ അമ്മാവാ, സമാധാനപ്പെട്ടിരിക്കും, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരിക്കും. നിന്റെ മുഖം കാണുമ്പോ എനിക്ക് ഇവിടെ നിക്കാന്ന് തോന്നില്ല റൊണാൾഡോ. സാധാരണ ഇങ്ങനെ പൈസ പോകുന്ന സാഹചര്യങ്ങളിലെ ഏതെങ്കിലും ഒരു ബാറിന്റെ വെളിച്ചമില്ലാത്ത ടേബിളിൽ പോയിരുന്ന ഒരു മെഴുകുതിരി കത്തിച്ച് ഒരു കാൻഡിൽ ലൈറ്റ് പകടിച്ചാലോ? 1 ലക്ഷം രൂപയും കൊണ്ട് കളഞ്ഞിട്ട് മറ്റമ്മയുടെ കാല് പിടിക്കാൻ വന്നേക്കുന്നു. അയ്യേ, ഉറങ്ങിപ്പോയി. വെറുതെ ഇരുന്നതാ. ക്ലീറ്റോ വന്നപ്പോ കയറി കിടക്കണതാ, ഉറങ്ങുവാ. അവനൊന്ന് വിളിക്കല്. എന്തേലും ചെയ്യണ്ടേ? ഒരു സമാധാനമില്ല. വിളിക്കേ. ക്ലീറ്റോ വന്നേ വന്നേ. നല്ല ക്ഷീണമായിട്ട് ആക്ച്വലി കിടക്കായിരുന്നു. ക്ലീറ്റോ ഒന്ന് ശരിയാക്കി കൊടുത്തേ. 2 ലക്ഷം രൂപ പോയി നിൽക്കണം. ആ മനുഷ്യൻ എന്തോരം തെണ്ണുണ്ടാവുന്ന ആലോചിച്ച് നോക്കി. നീ എന്ത് ശരിയാക്കാൻ? മൊത്തത്തിൽ ശരിയായി നിൽക്കുകയല്ലേ? എടാ, നീ ഒന്നും മനസ്സിൽ വെക്കില്ലടാ. ഞാൻ ഒന്നും മനസ്സിൽ വെക്കാറില്ല. മനസ്സിൽ വെക്കണ സ്വഭാവമുള്ളത് അമ്മാവനാണ്. അല്ലെങ്കിൽ ആ വസ്തു വാങ്ങിയപ്പോൾ ഒരു വാക്ക്, എടാ ക്ലീറ്റോ ഞാനതിങ്ങനെ വാങ്ങാണ്, ഒരു വാക്ക് എന്നോട് പറഞ്ഞോ? അല്ല, നിന്നോടും നല്ല കനകനോട് ആരോടും പറഞ്ഞില്ല. അതാ എന്തിനാ പറഞ്ഞായിരുന്നെങ്കിൽ അന്വേഷിക്കൂലേ ഇവര്? സമയദോഷം അങ്ങനെ പറ്റിപ്പോയി. അതെ, ഞാൻ അന്വേഷിച്ചു ആ സ്ഥലത്തിനെ പറ്റി. ദോഷമുള്ള സ്ഥലമാണ്. ഞങ്ങളെ പാർട്ടിയിലെ പിള്ളേർ പോയി അന്വേഷിച്ചു. അപ്പോൾ അവിടെ സംഭവം എന്ന് അറിയാമോ, അതിൻ്റെ ഓണർ അതിന് മുമ്പ് അവിടെ ഒരു ബിൽഡിങ് കെട്ടാനായിട്ട് മാനം തോണ്ടി എൻ്റെ അന്ന് രാത്രി അയാളെ പാമ്പ് പിടിച്ചു. എൻ്റെ അമ്മേ, അതാണ് അങ്ങനെ പ്രശ്നമുള്ള സ്ഥലമാണ് ഇല്ലേ?
അതെങ്ങനെയെങ്കിലും ആ ടോക്കൺ കൊടുത്ത പൈസ അങ്ങോട്ട് തിരിച്ചു കിട്ടിയ അമ്മാവൻ ഇതെന്തോ അന്വേഷിക്കാതിരുന്നത് എന്താ? എടുത്തിയാട്ടം. കാരണം വസ്തു ഒന്ന് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പോയി ടോക്കൺ. ഇത്രയും പക്വതയും പ്രായമുള്ള മനുഷ്യനെ അന്വേഷിക്കണ്ടേ അമ്മാവ? മാത്രമല്ലേ ഞാൻ ഇച്ചിരി പൈസ ചോദിച്ചല്ലോ, അപ്പോഴേക്കും എന്താണ് ചീരകൃഷിക്ക് മറ്റേ ഭയങ്കര ദോഷം, അതിന് വളമിടണം, അതിന് മരുന്നടിക്കണം, ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ടാണ് പോയി ഈ സ്ഥലത്തിന് ടോക്കൺ കൊടുത്തത്. അല്ല, ഈ സ്ഥലത്തിന് ടോക്കൺ കൊടുത്താലും അത് പിന്നെ നിങ്ങൾക്കൊക്കെ ഒരു ഗുണമുള്ള കാര്യമല്ലേ വെച്ചിട്ടാണ് അത് ചെയ്തത്. ഇപ്പൊ പെട്ടല്ല ഇനിയിപ്പം ചെയ്തു കൊടുക്കെന്തെങ്കിലും ചെയ്തു കിടക്കാം. ആലോചിച്ചിട്ട് വഴികളുണ്ട്. എന്താ ചെയ്യേണ്ടി വെച്ചാൽ നമുക്ക് ചെയ്തിട്ട് അതൊന്ന് പിന്നെ പൈസ ചിലവാകും. 2 ലക്ഷം രൂപ പോയിരിക്കണ ഒരാളുടെ അടുത്ത് ഇനിയും പൈസ ചെലവാക്കിക്കാൻ. പൈസ ചെലവാകാത്തൊരു വഴിയും ക്ലിറ്റോനില്ലേ? നീയൊന്നും മിണ്ടാതിരിക്കും തങ്കം. അല്ലാതെ വേണ്ടെങ്കിൽ വേണ്ട. അല്ല ഈ പരിപാടി അവസാനിപ്പിക്കാൻ ഞാൻ പോയി കിടക്കാം. അല്ല, എന്താ വഴിയെന്ന് പറ. നമുക്ക് കാശ് എന്തെങ്കിലും ചിലവാണെങ്കിൽ എനിക്ക് ആ ടോക്കൺ കൊടുത്ത പൈസ അങ്ങോട്ട് തിരിച്ചു കിട്ടണം. ഈ കച്ചവടം വേണ്ട. അതാ പൈസ ചിലവുണ്ട്. എത്ര രൂപ ഉണ്ടാവും? ഒരു 25,000 രൂപ ചിലവാകും. ഈ 25,000 ചിലവായി കഴിഞ്ഞാൽ 25,000 25,000. അതെ, അത് ചിലവാകും. എന്താന്നിട്ട് അത് ചിലവായി കഴിഞ്ഞാൽ ഞാനൊരു ശ്രമം നടത്താം. അതായത് ആ ശ്രമം നടന്നു കഴിഞ്ഞാൽ ഈ 25,000 രൂപ പോവും, 2 ലക്ഷം രൂപ തിരിച്ചു കിട്ടും. നീ വിചാരിച്ച പോലെ കാര്യങ്ങളും നടന്നില്ലെങ്കിൽ ചിലവാക്കിയില്ല 2 ലക്ഷം, അതിൻ്റെ കൂടെ ബാക്കി പൈസ കൊടുത്താൽ വസ്തു എഴുതി എടുക്കുക. വേണ്ട, വസ്തു വേണ്ട. 25 പോയാലും വേണ്ടില്ല, ഞാൻ ടോക്കൺ കൊടുത്ത 2 ലക്ഷം എനിക്ക് കിട്ടും. ഞാൻ നോക്കട്ടെ, ഒരു ഐഡിയ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഇച്ചിരി പഴയതാണ്. പൈസ എപ്പോൾ തരും? നാളെ രാവിലെ തന്നാ പോരെ? മതി. വേണമെങ്കിൽ തന്നാൽ മതി. കാര്യം നടക്കണോ? നാളെ രാവിലെ തരാന്ന് പറഞ്ഞല്ലോ. ഞാൻ നിർബന്ധിക്കൂല. നീ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് നിന്റെ കുടുംബക്കാരെ ഞാൻ നിർബന്ധിക്കൂല. രാവിലെ തന്നാൽ ഞാൻ ബാക്കി കാര്യങ്ങൾ ഫോർവേഡ് ചെയ്യാം. അപ്പോൾ ഇന്ന് രാത്രി സുഖമായിട്ട് പോയി കിടന്നുറങ്ങിക്കോളി. ശരി, ഗുഡ് നൈറ്റ്. വേറെ ഒന്നും ആലോചിക്കണ്ട. ആ 2 ലക്ഷം തിരിച്ച് കിട്ടിയെന്ന് തന്നെ മനസ്സിൽ ആലോചിച്ചോ. ആ പോലീസുകാരൻ വരുമ്പോൾ അവിടെ ഇല്ലേ? ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല. എന്തിന് പിന്നെ അതിനകത്തിട്ട് കിട്ടുന്നത്? ഒരു സുഖം. എനിക്കറിയാടി ഇത് കർത്താവ് അവസാനം കറങ്ങി തിരിഞ്ഞ് നേരെ എൻ്റെ മുമ്പ് കൊണ്ട് വയ്ക്കുമെന്ന്. കർത്താവേ അങ്ങ് വലിയവനാണ്. കുമാരൻ, നീ സത്യം പറ, നീ കൃഷി ഓഫീസിലെത്തിയാ? അല്ല, നിന്നെ വിശ്വസിക്കാൻ പറ്റില്ല. അതാണേ, ഇവരിവിടുന്ന് ഏകദേശം കളച്ച് കഴിയാറായി. ഒരു ഉച്ചമ്പളക്കും കഴിയില്ലേ? ഒരു ഉച്ചമ്പളക്കും കഴിയുന്ന പറയണേ. 4 മണിന്റെ മുമ്പ് വിത്തിടണം. പിന്നെ വിളിക്കാൻ പറ്റില്ല. എന്ന് തന്നെ പണി തീർക്കണം. അതാണ്. നീ വന്നിട്ടേ ഞാൻ പോവുള്ളൂ. ഞാൻ ഇവിടെ ഉണ്ടാവും. ഇന്നെന്തായാലും ഇപ്പൊ ഈ വിത്തിടലും കൂടി കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോവാ. വെച്ചോ. ഇളന്തിനപ്പം ഇങ്ങോട്ട് വരുന്നത്? അല്ല, ജോർജ് എന്താ ഈ വഴിക്ക്? ഞാൻ വീട്ടിൽ പോയിരുന്നു. അപ്പൊ വീട്ടുകാരെ പറഞ്ഞ് ഇവിടെ തന്നെ കാണുമെന്ന്. എന്നിട്ട് കണ്ടത് നന്നായി. അല്ല, ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോ വേണ്ടാന്ന് പറഞ്ഞാണ്. പിന്നെ നിങ്ങളത് എടുത്തേ പറ്റുമെന്ന് വാശി പിടിച്ചെങ്കിലും ഇനി 4 മാസമല്ലേ? അല്ല, അത് എന്നെ സംസാരിക്കാനാണ് ഞാൻ വന്നത്. അതെ, ഇപ്പൊ കച്ചവടമൊക്കെ വളരെ കുറവാ. കൃഷിയൊന്നും അങ്ങനെ കാര്യമായിട്ട് പോണില്ല. പെട്ടെന്നൊരു ആവേശത്തിന് എടുത്ത് പുറപ്പെട്ടിട്ട് ഞാൻ ആ സ്ഥലം ആഗ്രഹിച്ചു എന്നുള്ളത് ശരിയാ. പക്ഷെ അഗ്രിമെന്റിന് വേണ്ടി 4 മാസം കൂടി ഉണ്ടല്ലോ. എന്തേലും ചെയ്യാൻ നമുക്ക്, അല്ലാതെ വേറെ വഴിയില്ലോ. ഗിരിരാജ് ഒന്ന് വന്നേ, ഞാൻ വേറൊരു കാര്യം പറയാനാ വന്നേ. എന്താ? വന്നാട്ടെ. പിന്നീടേ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത്? ഇതൊരു തനിക്ക് ആ പ്രോപ്പർട്ടിയിൽ വലിയ താല്പര്യം ഇല്ലല്ലോ, കയ്യിൽ പൈസയില്ല. അതെ അതെ അതെ. മരുമോനൊക്കെ പറയുവാണേ, അങ്ങനെ താല്പര്യം ഇല്ലാത്ത ഒരാൾക്ക് നമ്മൾ നിർബന്ധിച്ച് കൊടുത്താൽ അതൊരു വിഷമമില്ലയോ? അതുകൊണ്ട് അവൻ അവിടെ എന്തൊക്കെ ചെയ്യാന്നൊക്കെ പറയുന്നത്. എന്ത് സർവീസ് സെന്ററോ കാര്യങ്ങളൊക്കെ 2 സെന്റ് വഴിയുണ്ടേ. ഇപ്പൊ കാറ് വരാനും പോകാനൊക്കെ എളുപ്പമാണെന്നേ. താൻ ഒന്നും വിചാരിക്കരുത്. പിള്ളേരുടെ കാര്യമല്ലേ, നമ്മൾ വിചാരിച്ച വല്ലതും നടക്കുമോ? അല്ല, അപ്പൊ ആ സ്ഥലം ഞാൻ എടുക്കണ്ട? അതേന്നേ, മരുമോന്റെ ഒരു ആഗ്രഹമല്ലേ, എന്റെ മോളുടെ ജീവിതമല്ലേ. അല്ല, അപ്പൊ ഞാൻ തന്ന അഡ്വാൻസ്? അയ്യോ, അതെന്റെ തന്നെ ഉണ്ടെന്നേ, ഞാൻ ഇപ്പൊ തരാം. അതെ, ബാങ്കിൽ പോയി ഇറങ്ങിയതാണേ, കയ്യിൽ പൈസ ഉണ്ടായിരുന്നു. മൊത്തമുണ്ട്. അല്ല, അപ്പൊ നമ്മൾ എഴുതിയ അഗ്രിമെന്റ്? അയ്യോ, അതും എൻ്റെ ഉണ്ട്. നാട്ടെ അന്ന് നമ്മൾ എഴുതിയത്. അതെ അതെ. ഇപ്പൊ ഇനി ഇതിന്റെ ആവശ്യമില്ലല്ലോ. ഈശ്വര, രക്ഷപ്പെട്ടു. എന്നാ ഞാനങ്ങോട്ട്. ദിവസമേ പോയി. ഞാൻ സന്തോഷമായിട്ട് വർത്താനം പറഞ്ഞ അവരോട്. അവരെന്നെ കടിച്ചുകൊണ്ട കാര്യം എന്താ? ഇപ്പോൾ ഒരു കുഞ്ഞമ്മിച്ച് വന്നേക്കണ്. എന്താ എന്നിട്ട് പറഞ്ഞത് എന്താ? റൊണാൾഡിന് മുട്ട എടുത്തപ്പോൾ ഞാൻ വഴക്ക് പറഞ്ഞത് റൊണാൾഡിനെ. അത് അച്ചാച്ചൻ വിളിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ടാവും. അല്ലാതെ അവരെങ്ങനെ അറിയണേ? എൻ്റെ പൊന്നോ,
ഒരു മുട്ടയല്ലേ അതങ്ങ് ചേച്ചിക്ക് കൊടുക്കാൻ കൊച്ചിന് വാട്ടി വെച്ച മുട്ട അതിപ്പോ മാട്ടിയതാണല്ലോ ഭർത്താണല്ലോ അച്ചാച്ചൻ എല്ലാം തിന്നും ക്ലീറ്റല്ലേ ഇവിടെ ഉണ്ട്. കനക രക്ഷപ്പെട്ടുടാ. ഞാൻ ആ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തില്ലേ 2 ലക്ഷം. അത് ഇന്ന് രാവിലെ അയാൾ വന്നിട്ട് എനിക്ക് തിരിച്ചു തന്നു. എന്നിട്ട് എന്റെ മുമ്പിൽ വെച്ചിട്ട് ആ എഗ്രിമെന്റ് കീറി കളഞ്ഞു. എന്റെ അമ്മ അതോ ക്ലീറ്റ എന്തോ ചെയ്തിട്ടുണ്ട്. ക്ലീറ്റ രക്ഷപ്പെട്ടോ ക്ലീറ്റ. ഉടായിപ്പല്ലേ അതിന്റെ അല്ല എന്റെ ആള് അത് തന്നെ ചോദിക്കണം. ക്ലീറ്റാ. ആ പൈസ കിട്ടിയില്ലേ? ഓ സന്തോഷമായില്ലേ? എഗ്രിമെന്റ് കീറി കളഞ്ഞില്ലേ? പിന്നെ ഇനി പ്രശ്നമൊന്നുമില്ലല്ലോ? ഏയ് സമാധാനായി. അത്ര അറിഞ്ഞാൽ മതി. അല്ല എനിക്കൊരു കാര്യം അറിയണം. നീ എന്ത് പണി ഒപ്പിച്ചേ? അതെന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടമ്മ. ഇനിയിപ്പോ അതിലേക്ക് എന്തിനാ പക്ഷെ ഞാൻ വിചാരിച്ചത് ആ 25,000 പോയി അമ്മാവന്റെ 2 ലക്ഷവും പോയിന്നാ. ആ പൈസ കൊണ്ടുപോയപ്പോ എന്താ ചെയ്ത ക്ലീറ്റ പറ. എന്താടാ ചെയ്ത ഒന്ന് പറ. നമ്മള് ചില മുള്ളിനെ മുള്ളം പന്നിയെ കൊണ്ട് എടുപ്പിക്കേണ്ടി വരും. ആ എന്താ പറയും ഈ വഴിക്കൊക്കെ ഇലക്ഷൻ വല്ലതും ആയോ? അതെന്ത് വർത്താനാ ജോർജ് സാർ പറയുന്നത്? ഇലക്ഷൻ വരുമ്പോഴേ നിങ്ങൾ കാണാറല്ലോ, വോട്ട് വയ്ക്കാൻ വന്നെന്ന് വിചാരിച്ചാ. അതൊക്കെ വിട്. പിന്നെ നിങ്ങളുടെ ആ പോസ്റ്റ് ഓഫീസിന്റെ സൈഡിൽ കിടക്കുന്ന വസ്തു കൊടുത്താ? അതിന് കുറച്ച് ഞാൻ അഡ്വാൻസ് വാങ്ങിച്ചിട്ടുണ്ട്. അത് മൊത്തം എത്ര സെന്റാ? മൊത്തം 20. ഇപ്പൊ എത്ര സെന്റിനാ ടോക്കൺ വാങ്ങിച്ചത്? 5 സെന്റിന്. 5 സെന്റ് മൊത്തം ഒരുമിച്ച് കൊടുക്കാൻ ഇട്ടേക്കുമല്ലേ? അതെ. അപ്പൊ എത്ര വില? വില 3 ലക്ഷം സെന്റ്. 3 ലക്ഷം. 3.5 ലക്ഷം രൂപ ഞാൻ അങ്ങോട്ട് തരും. 20 സെന്റ് ഒരുമിച്ചാണെങ്കിൽ. അയ്യോ, അപ്പൊ ഞാൻ ടോക്കൺ വാങ്ങിച്ചോ? ആ ടോക്കൺ വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കണം. 3 ആണോ 3.5 വലുത്? കണക്കൂട്ടിയൊക്കെ എത്ര ലക്ഷം രൂപയുടെ വ്യത്യാസം വരുവാണ്. അത് ശരി, ആളുണ്ടല്ലേ? ആളുണ്ടെന്ന്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, എനിക്ക് 5% കമ്മീഷൻ തരണം. അത് വിഷയമാക്കണ്ട. ആളുണ്ട്. ഞാൻ ഇപ്പൊ സാധാരണ 3% ആണ്, 5% ഇതിൽ എനിക്ക് അത് കിട്ടും. വിഷയമാക്കണ്ട പറ. ആളുണ്ട് ഇപ്പൊ കച്ചവടം. ഉറപ്പാണോ? ഉറപ്പ്. അപ്പൊ ഞാൻ ചെറിയൊരു ടോക്കൺ തരാം. ഇതൊരു 15 രൂപയുണ്ട്. കൊടു. കച്ചവടം ഓക്കെ. കച്ചവടം ഓക്കെ ആണോ? വാക്ക് മാറരുത്. അതിന്റെ വാക്ക് പറഞ്ഞില്ല. കൊടുകൈ. ഓക്കെ. അപ്പൊ ശരിയല്ലേ? ഓക്കെ. ആ ശരി. ആ കാണാം. അപ്പൊ അമ്മ കാണാം. 2 ദിവസത്തിനകത്ത് കാണാം. ഓക്കെ, കാണാം. ശരി. അമ്പടാ നീ എന്ത് നോട്ടം നോക്കണത്? ഞാൻ ഈ 25,000 എത്ര കമ്മീഷൻ എടുത്തുന്നല്ലേ? അതെ ഇല്ലേ മോളെ? ഒരു 10 പൈസ ഞാൻ അതിൽ നിന്ന് കമ്മീഷൻ എടുത്തിട്ടില്ല. ഞാൻ വിശ്വസിച്ചു. ആ കാരണം എടുത്തു കഴിഞ്ഞാൽ എനിക്കറിയാം ഈ കുടുംബക്കാരെല്ലാം കൂടെ ചേർന്നിട്ട് എന്നെ കൊതിയും നുണയും പറഞ്ഞ് ഇല്ലാതാക്കുമെന്ന്. അതുകൊണ്ട് എനിക്കതിൽ നിന്ന് 10 പൈസയും വേണ്ട. പക്ഷേ അമ്മാവന് ഇപ്പം കിട്ടിയ 2 ലക്ഷം രൂപയിൽ നിന്ന് ഒരു 50,000 രൂപ ഞാൻ വായ്പ ചോദിക്കും. അമ്മാവൻ എനിക്ക് തരില്ലേ? അമ്മാവ എന്താ തരില്ലേ? അമ്മാവൻ തരില്ലേ? ആ